ഇത് കഴിഞ്ഞ ദിവസം ബാൻ മ്യൂണിച്ച് പോസ്റ്റ് ചെയ്തതാണ്. അതായത് കുട്ടീഞ്ഞോയുടെ ഓർമ്മകൾ എന്ന രീതിക്ക് അവർ ഇട്ടതാണ്. അപ്പോൾ കുട്ടീഞ്ഞോ വളരെ കുറച്ച് ഇത് മാത്രം ഒരു ഹാഫ് സീസൺ മാത്രമേ ബയണിൽ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാഴ്സലോണയിൽ നിന്ന് ലോൺ അടിസ്ഥാനത്തിൽ ബയണിലേക്ക് പോകുന്നു. അവിടെ പോയിട്ട് ഒരു അടിച്ച് തകർത്തിട്ട് പുള്ളി തിരിച്ചു വരുന്നു. അവിടെ ബാഴ്സലോണയ്ക്ക് ഇട്ടും കൊടുക്കുന്നുണ്ട്. അവിടെ അവരുടെ കൂടെ കളിച്ചിട്ട് ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്നു, അവിടുത്തെ ടൈറ്റിൽ അടിക്കുന്നു. അങ്ങനെ ഒരു കുറെ സാധനങ്ങൾ അങ്ങ് നേടിവെച്ച് പെട്ടെന്ന് തിരിച്ചു വരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു കഥ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സാന്റോസ് ആയിട്ടുള്ള മത്സരം കൂടി നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. എന്റെ ക്വസ്റ്റ്യൻ ബ്രസീലിനോടാണ്. വൈ എന്തുകൊണ്ട് നിങ്ങൾ നെയ്മറെ കാത്തിരിക്കുന്നുണ്ട്? നെയ്മറുടെ ആ ഒരു പരിക്കും കഴിഞ്ഞ് നെയ്മർ ഓക്കെ ആയിട്ട് തിരിച്ച് ടീമിലേക്ക് വരാൻ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് കുട്ടീഞ്ഞോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല? കുട്ടീഞ്ഞോ ടീമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നെയ്മറും കൂടി ഉണ്ടെങ്കിൽ അത് നെയ്മർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സപ്പോർട്ടായിരിക്കും. മെന്റലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ കൂടി നെയ്മർക്കൊപ്പം അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ അങ്ങനെ കാണുക. അപ്പോൾ കുട്ടീഞ്ഞോ സ്കോഡിലേക്ക് എത്തിയാൽ അത് ബ്രസീലിന്റെ നാഷണൽ സ്കോഡിന് വളരെയധികം ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോ എന്റെ സംശയം അതാണ്, എന്തുകൊണ്ട് കുട്ടീഞ്ഞോയെ ടീമിലേക്ക് കൊണ്ടുവരുന്നില്ല? കുട്ടീഞ്ഞോയുടെ പെർഫോമൻസിനൊന്നും യാതൊരു കുഴപ്പവുമില്ല. കുട്ടീഞ്ഞോ കിടിലമാണ്. കുട്ടീഞ്ഞോ വേറെ ലെവലാണ്. അത് കഴിഞ്ഞ കളി കണ്ടവർക്ക് തന്നെ അറിയാം.